നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ അത്തിന്റെ പ്ലാന്റ് നടേണ്ടത്. അമിതമായിട്ട് വെള്ളം ഒരു കാരണവശാലും ഇതിന് ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഡ്രൈ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അത്തി. 18 സൈസുള്ള ഒരു ഗ്രോ ബാഗ് മതി ഒരു അത്തി പ്ലാന്റ് നമ്മൾ നട്ടു വളർത്താൻ വേണ്ടിയിട്ട്. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് അത്തിപ്പഴത്തിൻ്റെ പരിചരണത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഈ വീഡിയോ കണ്ടിട്ട് എന്നോട് ചോദിക്കുന്നതാണ്. കാരണം അവരെ പ്ലാന്റുകളൊക്കെ കായ്കളാവുമ്പോൾ കൊഴിഞ്ഞു പോകുന്നു, അതുപോലെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നു, ചെടി മുരടിച്ച് നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അത്തിപ്പഴം ഇപ്പോൾ വിദേശ ഇനം അത്തിപ്പഴം നമ്മൾ വീട്ടിൽ നട്ടു വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അത്തിപ്പഴം നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത്തി എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള മണ്ണിൽ വളരുന്ന ഒരു ചെടിയാണ് ഈ അത്തി. അതായത് നല്ല രീതിയിൽ ചൂടും അതേപോലെ തന്നെ കൂടുതലായിട്ട് വെള്ളം ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഈ അത്തിൻ്റെത്. ഇപ്പൊ നമ്മളിൽ പലരും വിദേശ അത്തികളായിട്ടുള്ള ഈജിപ്ഷ്യൻ, ഇസ്രായേൽ, അതേപോലെ തന്നെ തുർക്കി ഒക്കെ വെറൈറ്റികൾ നമ്മൾ വീട്ടിൽ നടാറുണ്ട്. അപ്പൊ നമ്മൾ ഗ്രോ ബാഗിൽ അതേപോലെ പോട്ടിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ അത്തികളൊക്കെ നടാറുള്ളത്. അപ്പൊ ചൂടും ഡ്രൈയും ഇഷ്ടപ്പെടുന്ന ഈ ചെടികൾ നമ്മൾ നടുന്ന നമ്മളിവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴ വെയിൽ മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും നമ്മളിവിടെ. അപ്പൊ നമ്മളിത് നടുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാൽ നമ്മൾ പോട്ടിൽ നടാം അല്ലെങ്കിൽ മണ്ണിൽ നടാം. പക്ഷെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ അത്തിന്റെ പ്ലാന്റ് നടേണ്ടത്. ഇത് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇതിന് നല്ല രീതിയിൽ വേര് വളർച്ച ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെറിയ പോട്ടിലാണ് നമ്മൾ നട്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഘട്ടം ഘട്ടം മാറ്റി നടാൻ പറ്റുന്ന ഒരു പോട്ടിലായിരിക്കും അത് നടേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വലിയ ഗ്രോ ബാഗ് 18 സൈസുള്ള ഒരു ഗ്രോ ബാഗ് മതി ഒരു അത്തി പ്ലാന്റ് നമ്മൾ നട്ടു വളർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നല്ലത് നമ്മൾ ആദ്യം തന്നെ ആ വലിയ ഗ്രോ ബാഗിലേക്ക് നമ്മൾ അല്ലെങ്കിൽ വലിയ പോട്ടിലേക്ക് നമ്മൾ മാറ്റി നടുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ ലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ അമിതമായിട്ട് വെള്ളം ഒരു കാരണവശാലും ഇതിന് ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഡ്രൈ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അത്തി. അപ്പൊ നമ്മളിവിടെ വെള്ളം കൂടുതലായി ഇപ്പൊ രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് കൂടുതലായിട്ട് കണ്ടുവരിക. അപ്പൊ വേരുകളിൽ ചീച്ചിൽ വരും, അതേപോലെ തന്നെ ഇലകളിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ വരും. അപ്പൊ ഇലകൾ കൊഴിഞ്ഞു പോകും. കായ്കൾ ഇതേപോലെ ചെറുപ്രായമാകുമ്പോൾ തന്നെ കായ്കൾ കൊഴിഞ്ഞു പോകും. ഇതൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ നമ്മൾ വെള്ളം കൊടുക്കുന്നത് നല്ല രീതിയിൽ കുറയ്ക്കുക. കാരണം ഒരു നേരമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈർപ്പം നിലനിൽക്കുന്ന രൂപത്തിൽ മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതി. വെള്ളം അമിതമായിട്ട് ഒരു കാരണവശാലും നമ്മൾ കൊടുക്കരുത് അത്തിന്റെ പ്ലാന്റിന്. അടുത്തതായിട്ട് ഞാൻ പറയുന്നത്, അത്തിയിൽ വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻ തന്നെയാണ്. അപ്പൊ അതുമൂലമാണ് നമ്മൾ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത്, അതേപോലെ തന്നെ നമ്മളെ കായ്കൾ കൊഴിഞ്ഞു പോകുന്നതും. അപ്പൊ നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഫംഗസൈഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഫംഗസൈഡ് നമുക്കിപ്പോൾ സാഫ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബോഡോമിഷത് ആണെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫംഗസൈഡ് ആണെങ്കിലും നമ്മൾ മാസത്തിൽ ഒരു തവണ ഒരു 5 ml ലിക്വിഡ് ആണെങ്കിൽ 5 ml അല്ലെങ്കിൽ ഒരു 5 ഗ്രാമിന്റെ അടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ തണ്ടുകളിലും അതേപോലെ തന്നെ ഇലകളിലെ മേലൊക്കെ ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ അത്തിന്റെ പ്ലാന്റ് നമ്മൾ ലെയർ ചെയ്തത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളർച്ച വരും. അപ്പൊ നീളത്തിലാണ് ഇത് പോവുക. അപ്പൊ നീളത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു 10-15 തട്ട് നമുക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഏകദേശം ഒരു 8 അടിന്റെ ഹൈറ്റ്, 7 അടിന്റെ മേലെ 8 അടിന്റെ ഹൈറ്റ് എത്താന്നുണ്ടെങ്കിൽ നമ്മൾ മേലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടുന്ന് തന്നെ പുതിയ ബ്രാഞ്ചസ് വരുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഹൈറ്റിൽ ഇത് പോകുമ്പോൾ നമ്മളെ തണ്ട് കായ്കളൊക്കെ വരുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ആണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് കായ്ഫലം തുടങ്ങി കഴിഞ്ഞാൽ ഇതെന്തായാലും ഒരു 3 മാസം 2.5 മാസം 3 മാസം വരെ കായ് പാകാവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കും. അപ്പൊ ഈ പാകാവുന്ന കായ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വെള്ളം കൊടുക്കുന്ന നമ്മൾ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ കായ് ആയി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കൊടുക്കുന്നത് പൂർണ്ണമായിട്ട് നമ്മൾ കുറച്ച് കൊണ്ടുവരണം കേട്ടോ. ചെറിയ തോതിൽ മാത്രം ഒറ്റ നേരം വെള്ളം കൊടുത്താൽ മതി. വെള്ളം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കായ്കൾ കൊഴിഞ്ഞു പോകുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കായ്കളായി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അടിയിലെ ബ്രാഞ്ച് ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ അത് കായ്കൾക്ക് വളർച്ച കൂട്ടാൻ വേണ്ടി നല്ലതാണ്. അപ്പൊ മേലത്തെ ബ്രാഞ്ച് ഇലകൾ മാത്രം അവിടെ വെച്ചിട്ട് താഴത്തുള്ള ഇലകൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. ഇനി അത്തിന്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ, അത്തിക്ക് കൂടുതലായിട്ട് വളപ്രയോഗം ചെയ്യേണ്ട ആവശ്യമില്ല. അത്തി പ്ലാന്റ് നമ്മൾ നടുന്ന ടൈമിൽ നല്ല രീതിയിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നടാവുന്നതാണ്. മറ്റു പോട്ടി മിക്സിൽ ഇട്ട് കൊടുക്കുന്ന വളങ്ങളും നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നടുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് കായ് ആയി
കഴിഞ്ഞതിന് ശേഷം നമ്മൾ യാതൊരുവിധ അടിവളങ്ങളും നമ്മൾ കൊടുക്കരുത് കേട്ടോ. കായ് ആയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അടിവളങ്ങൾ നമ്മൾ കൊടുത്താൽ വേര് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കായ് ആയി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന വളങ്ങളാണ് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. പൊട്ടാഷ് വളങ്ങളാണെങ്കിലും മൈക്രോ ന്യൂട്രിയൻസ് ആണെങ്കിലും ഇലകളുടെ മേലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അത്തിയിൽ വരുന്ന ഒരു കീടശല്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 3 എണ്ണത്തിന്. ഒന്ന് വെള്ളീച്ച, രണ്ടാമത്തെ മൂഞ്ഞ, മൂന്നാമത്തെ തണ്ടുതുരപ്പൻ വണ്ടിൻ്റെ കീടശല്യം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള കീടനാശിനികൾ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ടെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ലതാണ്. ജൈവ രൂപത്തിലുള്ളതാണെങ്കിൽ കേട്ടോ ആഴ്ചയിൽ ഒരു തവണ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേപ്പെണ്ണ മിശ്രിതമോ അല്ലെങ്കിൽ ബുവേറിയ, വെർട്ടിസിലി അതുപോലത്തെ കീടനാശിനികൾ, ജൈവ രൂപത്തിലുള്ള കീടനാശിനികൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലകളുടെ അടിഭാഗത്തായിട്ടും അതേപോലെ തണ്ടിലൊക്കെ ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കായ്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കായിൻ്റെ മേലെ കൂടുതലാവാതും നമ്മൾ ശ്രദ്ധിക്കണം. ഈ തണ്ടിൻ്റെ മേലൊക്കെ ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഗ്യാപ്പിലൊക്കെ കേട്ടോ. പിന്നെ അധികം ആൾക്കാരും ചോദിക്കുന്നതാണ് ഏത് വെറൈറ്റി വെക്കുന്നതാണ് നമുക്ക് ടേസ്റ്റ് കൂടുതൽ എന്നുള്ളത്. അപ്പം എനിക്ക് അനുഭവപ്പെട്ടത് നല്ലത് ഈജിപ്ഷ്യൻ വെറൈറ്റി വെച്ചതിലാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നിയത്. അതേപോലെ തന്നെ തുർക്കിഷ് വെറൈറ്റിയും അയച്ച തുർക്കിഷ് ബ്രൗൺ അത്തി ഉണ്ട്, അതും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഇസ്രായേൽ അത്തിയും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് നമുക്ക് വീട്ടിൽ നടാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടും. വെച്ചാൽ നമ്മൾ ലെയർ ചെയ്ത പ്ലാന്റ് വെച്ചാൽ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്